അപ്പൊ ഗായ്സ് നമ്മൾ എങ്ങോട്ട് പോവാണ്? പൊള്ളാച്ചി പോവാണ്. പിന്നെയും നമ്മൾ അത് നമ്മള് നിധിയുടെ കൂടെ പോവാണ്. ബാക്കില് നമ്മുടെ നേരത്തെ അന്നുണ്ടായിരുന്ന നമ്മുടെ സ്വന്തം സാമും സിദ്ധും ഉണ്ട്. അതാണ്. അപ്പൊ ഇപ്രാവശ്യത്തെ എന്താണ് പരിപാടി, എന്തൊക്കെ തലതിരിഞ്ഞ പരിപാടികളാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്നൊന്നും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണാനുണ്ടാവും. ആ വ്ലോഗിൽ ഞാനത് ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി മാത്രം. യെസ്. അങ്ങനെ പാതിരാത്രി 12 മണിക്ക് തുടങ്ങിയ നമ്മുടെ യാത്ര ഒരു 7:30 ആയപ്പോഴേക്കും ചായ കുടിക്കാനായിട്ട് നമ്മൾ നിർത്തി. അപ്പോൾ അത് ഫ്രണ്ടിലിരുന്ന് വൈബടിച്ച് ഞാൻ ബാക്കിലെത്തിയിട്ടുണ്ട്. കിടന്നുറങ്ങി ചായ കുടിക്കാനാണ് ഞാൻ എണീറ്റത്. അതിൻ്റെ ഇടയ്ക്ക് വാഷ്റൂമിലൊക്കെ പോയി കിടി നേരെ നമ്മുടെ കാറിൻ്റെ ഗ്ലാസ്സിൽ വന്നിട്ട് ഫേസൊക്കെ നോക്കുമ്പോൾ ഞാൻ ഗ്ലാമർ അല്ലടാ കൂട്ടാതൊക്കെ എന്ത് പറയാൻ. പാവം, ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന കാര്യം അവൻ കണ്ടില്ല. ഗൈസ് ഗുഡ് മോർണിംഗ്. ഞാൻ ഉറങ്ങിപ്പോയി, ഇപ്പോഴാണ് എണീറ്റ്. ഇപ്പൊ സമയം 8:06 ആയി. ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തി. അതെ, ഈ രൂപം കണ്ട് നിങ്ങൾ പേടിക്കരുത്. ഇതാണ് എന്റെ ഒറിജിനൽ രൂപം. അങ്ങനെ നമ്മുടെ സിദ്ധ് ഒരു ഇംഗ്ലീഷ് പാട്ടിന്റെ അഡിക്റ്റ് ആയതുകൊണ്ട് അവന് വേണ്ടി നമ്മൾ പാട്ടൊക്കെ വെച്ച് അവൻ്റെ കൂടെ വൈബടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. സാം ആണെങ്കിൽ 50 അല്ല 100 കിലോമീറ്റർ ഞാൻ ഓടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. ഗൈസ് പറ്റിച്ചു. ഗൈസ് പൊള്ളാച്ചി വന്നിട്ട് പറയാണ് അപ്പുറത്ത് ആ കാണുന്ന മല ഊട്ടിയാണ് നമ്മുടെ അടുത്ത്. ഊട്ടിയല്ല ഞാൻ ഊട്ടിയാണോ എന്ന് ചെക്ക് ചെയ്തിട്ട്. ഇല്ല തണുപ്പില്ല. ഊട്ടിയല്ല. അങ്ങനെ അറ്റ് ലാസ്റ്റ് പിന്നെയും നമ്മുടെ സമൂട്ടൻ കിടന്നുറങ്ങുവാണ്. ഗായ്സ് ഉറങ്ങുവാണ്. അവിടുത്തെ ഹൈവേ ഒക്കെ കാണാൻ നല്ല രസമായിരുന്നു. നമുക്കിപ്പം ഡ്രൈവ് ചെയ്ത് പോകാനൊക്കെ, ലോങ് ഡ്രൈവിനൊക്കെ പോവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളി റോഡായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ സൈഡ് വ്യൂവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും പുറത്തോട്ട് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന സമയത്താണ് അവിടെ ഒരു വിൻമിൽ കണ്ടത്. ഒന്നല്ല ഗൈസ്, പിന്നെ നമ്മൾ കുറേ അധികം കാണാൻ തുടങ്ങി. ഈ കേരളത്തിൽ നമ്മൾ തെങ്ങ് നട്ടുപിടിപ്പിക്കുന്ന പോലെയായിരുന്നു അവിടെ വിൻമില്ലിൻ്റെ എണ്ണിയാ തീരാത്തത്രയും അടിപൊളിയായിരുന്നു. കാണുമ്പോൾ നമുക്ക് വേറെ സ്ഥലത്ത് പോയൊരു വൈബായിരുന്നു. എങ്ങളെ ആരെയും കൂപ്പിടാമ തനിയെ ഉட்கார்ந்துட்டல்ல. ஓகேடா. கால் பண்ண தெரியாம உட்கார்ந்து ஃபோன் பேசிட்டே இருந்தா. அப்படியே வந்து தெரியாம உட்கார்ந்துட்ட. അങ്ങനെ നമ്മുടെ സാം വന്നപ്പോൾ തന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു. ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞത് ഡ്രസ് ചേഞ്ച് ചെയ്തു. ഞാൻ റെഡിയായി. യെസ്. അപ്പോൾ പ്രോഗ്രാം തുടങ്ങാൻ ഇനിയും സമയമുള്ളതുകൊണ്ട് നമ്മൾ പാട്ടൊക്കെ പാടി സിദ്ധിനെ വെറുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഒരാളെ വെറുപ്പിക്കുമ്പോൾ എന്തൊരു സുഖമല്ലേ. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഒരു കുലുക്കി കുടിച്ച് സമാധാനത്തിൽ നമ്മൾ റൂമിൽ പോയി. അടുത്ത ദിവസം എനിക്ക് റെഡിയായി തിരിച്ചു പോവാണ് ഗൈസ്. നമ്മൾ തിരിച്ചു പോവാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ബേർലീസിലാണ്. ബേർലീസിൽ ഇവിടെ നമ്മളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മീറ്റിംഗ്. അപ്പൊ അതിന് നമ്മള് സാം ഒക്കെ വന്നേക്കായിരുന്നു. അതെ, കാര്യാക്കണ്ട. ഓക്കേ, അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മള് വീട്ടിലോട്ട് പോകും അല്ലെ. ചെന്നൈക്കാണ്. എന്റെ വീട്ടിലോട്ടല്ല, ചെന്നൈക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് നാളെ നടത്തുന്ന പരിപാടി ഉണ്ട്. അപ്പൊ അതിന്റെ പരിപാടിയൊക്കെ ആയിട്ട് ഇന്ന് പരിപാടി ഉണ്ടായിരുന്നു. അതിനിപ്പോ പോകാൻ പറ്റാണ്ട് ഞങ്ങൾ ഇവിടെ പെട്ടിരിക്കുവാണ്. അങ്ങനെ ഡ്രൈവർ സീറ്റ് കിടി പിന്നെയും കൈയടക്കിയപ്പോൾ നമ്മുടെ സിദ്ധുവും സാമും കൂടെ ബാക്കിൽ പോയി കിടന്നുറങ്ങുമായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഞാനും കിടിയും കൂടെ ബാക്കിൽ പോയി കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ കിടി ഒറ്റയ്ക്ക് കിടന്നുറങ്ങുക ഇഞ്ചരി ക്യൂട്ടല്ലേ. അല്ലെങ്കിൽ തല പിടിച്ച് വലിക്കുക, മുടി പിടിച്ച് മാന്തുക, ഇതൊക്കെയാണ് അവൻ്റെ എൻ്റർടൈൻമെൻറ്റ്. സാം ആണെങ്കിൽ ഒരു ക്രാബീനെയും കൊണ്ട് വന്നിട്ട് അതിനെയും തല വെച്ച് കിടന്ന് ഉറങ്ങലായിരുന്നു ഗൈസ്. അങ്ങനെ കറക്റ്റ് ടൈമിൽ സിദ്ധു വണ്ടി ഓടിച്ച് നമ്മൾ 9 മണിക്ക് പ്രോഗ്രാമുള്ള സ്ഥലത്തെത്തി. നമ്മൾ അവിടെ പ്രോഗ്രാമൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ കുട്ടി വീഡിയോസിനായിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.
സാധനം കാണിച്ചു തരാം. നമ്മുടെ കിളിക്കുഞ്ഞുങ്ങൾ വലുതായിട്ടുണ്ട് കുറച്ച്. അങ്ങനെ നമ്മുടെ വീട്ടിൽ വന്ന കിളിക്കുഞ്ഞുങ്ങളാണെങ്കിൽ ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയായി. ഇനിയിപ്പോൾ ഇതിന് പൂടയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും ഗൈസ്.